നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐങ്കലം അണ്ടർപാസിൻ്റെ മുകളിലാണ്. കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ എൻഡ് ചെയ്തത് ഇവിടുന്നാണ്. മറ്റൊരു പുതിയ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം സ്ഥലത്ത് നിന്നാണ്. ഐങ്കലം അണ്ടർപാസ് മുതൽ കുറ്റിപ്പുറം പാലം വരെയുള്ള NH-66 ഏറ്റവും പുതിയ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നമുക്കിവിടെ കാണാം, ഇടതുവശത്ത് അടിപൊളിയായിട്ടുള്ള തെങ്ങിൻ തോപ്പുകളാണ്, അതിൻ്റെ ഇടയിൽ വീടുകളുണ്ട്. പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. നമുക്കിവിടെ കാണാം, അണ്ടർപാസിൻ്റെ കുറ്റിപ്പുറം ഭാഗത്തു നിന്നുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് മുകളിൽ ഡിവൈഡറും അതുപോലെ തന്നെ സൈഡിൽ ക്രാഷ് ബാരിയറൊക്കെ വെച്ച് വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പൊന്നാനി ഭാഗത്തു നിന്നും കുറ്റിപ്പുറം ഭാഗത്തേക്ക് NH-66 പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു റൂട്ട് കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ കാണാം, റോഡിൻ്റെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ റോഡിൻ്റെ മുകളിൽ അവർ ക്രാഷ് ബാരിയറൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് സൈഡിലൂടെയുള്ള സർവീസ് റോഡിലൂടെയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ച അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ആ ഭാഗത്തൊക്കെ അവരൊരു പ്രൊട്ടക്ഷൻ വാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മണ്ണിടിച്ചിൽ തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വാൾ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും, ഇവരിപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടതുവശത്തും രണ്ട് സൈഡിലും. അതുപോലെ തന്നെ ഇടതുഭാഗത്ത് റോഡിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ മുമ്പ് കണ്ട സ്ഥലത്ത് മണ്ണെടുക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പക്ഷേ ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്തിട്ടുണ്ടെങ്കിലും അവർ ആ മണ്ണെടുത്തതിൻ്റെ ശേഷം ആ ഭാഗത്ത് അവരൊരു പ്രത്യേകതരം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ ഇനി ഒരു മണ്ണിടിച്ചിലുണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്ന പരിപാടിക്ക് ഒരു പേരുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഇതിൻ്റെ പേര് അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. കൺസ്ട്രക്ഷൻ ഫീൽഡുമായി എനിക്ക് അത്ര ബന്ധമില്ലാത്തതുകൊണ്ട് ചില ഭാഗത്തൊക്കെ ഞാൻ പറയുന്ന പേരുകൾ തെറ്റാനും അതേപോലെ തന്നെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ പേര് ഞാൻ സ്കിപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഭാഗത്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ ഭാഗത്ത് ഉള്ള പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അതൊന്ന് അറിയിക്കുക. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ അതിൻ്റെ പേരൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ നമുക്ക് കാണാം, ഒരുപാട് ക്രാഷ് ബാരിയർ റോട്ടിൽ കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ഇനി ഈ ഭാഗത്തൊക്കെ ഉപയോഗിക്കാനുള്ളതാണ്. ഈ ചാനൽ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളെ മുമ്പിൽ എത്തിക്കാൻ എനിക്ക് പ്രചോദനമാകുന്നത് എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളങ്ങനെ നേരെ മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ഒടിവ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ വലതുവശത്തുള്ള റോഡിൻ്റെ ടാറിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇടതുവശത്തുള്ള സൈഡാണ് ഇനി പെൻഡിങ് ഉള്ളത്. ഇപ്പോൾ വാഹനങ്ങളൊക്കെ പോകുന്നത് ആദ്യത്തെ ഹൈവേ കൂടെയാണ്. ഇവിടെ സൈഡിലൊക്കെ മണ്ണെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ സൈഡിലെ ക്രാഷ് ബാരിയർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സർവീസ് റോഡിൻ്റെ വർക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, ഇടതുവശത്ത് കംപ്ലീറ്റ് പെൻഡിങ് ആണ്. ഇതുവരെ വർക്ക് അവിടെ തുടങ്ങിയിട്ടില്ല. വലതുവശത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നിന്ന് മണ്ണെടുക്കുന്ന വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് സാധാരണ റോഡിലൂടെയാണ്. ഇവിടെ ഒരു പ്രത്യേക വർക്കൊന്നും നടന്നിട്ടില്ല. നമ്മൾ നേരെ പോകുമ്പോൾ ഇവിടെ നമുക്കൊരു റൗണ്ട് അബൌട്ട് കാണാം. ഇവിടെ ഒരു പ്രത്യേക വർക്ക് വരുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും മനസ്സിലാവുകയാണെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കുക. റൗണ്ട് അബൌട്ടിൻ്റെ വലതുവശത്തേക്ക് പോകുന്നത് എടപ്പാളിലേക്കുള്ള റോഡാണ്. നമ്മൾ മുമ്പിൽ ഇപ്പോൾ കാണുന്നതാണ് കുറ്റിപ്പുറം പാലം. കുറ്റിപ്പുറം പാലത്തിൻ്റെ ഒരു കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാലും കുറ്റിപ്പുറം പാലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾക്ക് പാലത്തിൻ്റെ സെൻറ്ററിൽ, അതായത് ഡിവൈഡറിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് പാലവും തമ്മിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. ആ ഗ്യാപ്പിനെ കണക്ട് ചെയ്തിട്ടാണ് അവരവിടെ ഡിവൈഡർ ഉണ്ടാക്കുന്നത്. പാലത്തിൻ്റെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ പാലത്തിനായിട്ട് കണക്റ്റ് ആയിട്ടില്ല. പാലത്തിൻ്റെ തൊട്ടടുത്തുകൂടെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ പാലത്തിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ. പൊന്നാനി മുതൽ കുറ്റിപ്പുറം വരെയുള്ള NH-66 വീഡിയോ സീരീസിലെ അവസാന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൂടാൽ മുതൽ കുറ്റിപ്പുറം വരെയുള്ള വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്.